ശ്രീത്ത്, ഉണ്ണി മുകുന്ദൻ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണെന്ന് സംശയമുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രവും വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘപരിവാർ ഛായയുള്ള അനുഭാവമുള്ള, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വേദികളിൽ വരുന്ന ഒരു നടൻ കൂടിയാണ്. പുതിയ പടം ഏത് തരത്തിലായിരിക്കും? തിയേറ്ററുകൾ നിന്ന് കത്തുകയാണെന്നാണ് ഈ റിവ്യൂ കഴിഞ്ഞ് വരുന്നവർ പറയുന്നത്. അത്രയ്ക്ക് വയലൻസ് ആണ്. ഇന്ത്യയിൽ, കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും അധികം വയലൻസ് ഉള്ള ഒരു ചിത്രമെന്നാണ് മാർക്കോയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഈ കണ്ടിറങ്ങിയവർ പറയുന്നത്, നിങ്ങൾ കുടുംബത്തോടെ വരികയാണെങ്കിൽ കുട്ടികളെ ഒന്നും കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. അത്രത്തോളം വയലൻസ്, രക്തം കൊണ്ടുള്ള കളി എന്നാണ് മാർക്കോയെ പറയുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ വർഷങ്ങളായി ഇത്തരം ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതിലേക്കുള്ള വഴിയാണ് ഇത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ എതിരെ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമാണ്. കാരണം ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സിനിമ പൊട്ടപ്പടമാണ്, ഈ പോരെന്ന് വല്ലതും പറയുമ്പോഴും എല്ലാവരും പറയുന്നത് വിജയത്തെയാണ്. അപ്പോൾ നമുക്ക് കമന്റുകൾ യൂട്യൂബിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ ഇതിന്റെ റിവ്യൂവിന് താഴെ മികച്ച അഭിപ്രായങ്ങളാണ് വരുന്നതെന്ന് ഈ കണ്ടവർ പറയുമ്പോഴും കാണാത്ത ചിലർ ഈ ഇരുട്ട് അറകളിൽ ഇരുന്നു കൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമാണ്. കാരണം ഇദ്ദേഹത്തെ മീഡിയ വൺ ചാനൽ ഉൾപ്പെടെയുള്ളവർ അന്ന് ഇദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങിയിരുന്നല്ലോ, മാളികപ്പുറം സിനിമ ഇറങ്ങി വലിയ രീതിയിൽ അത് വിജയം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്നെല്ലാം ചില ചാനലുകളെല്ലാം ഇദ്ദേഹത്തെ കളിയാക്കാൻ വിളിച്ചിരുന്ന സമാജം സ്റ്റാർ എന്ന രീതിയിൽ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഈ സംഘപരിവാർ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഇദ്ദേഹത്തിന്റെ പതിവ്. കാരണം മറ്റ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര മേഖലയിലെയും അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകർ, പിന്നെ സാഹിത്യ മേഖലയിലുള്ളവർ എല്ലാവരും തങ്ങൾ ഇടതുപക്ഷമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. എന്തെങ്കിലും ഈ എല്ലും കഷ്ണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ ലഭിക്കുവാൻ വേണ്ടി ഈ താരങ്ങൾ കടിപിടി കൂടുമ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ മറിച്ചാണ് നടന്നത്. അദ്ദേഹം തന്റെ രാഷ്ട്രീയം പറയുകയും ഈ സംഘപരിവാർ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതെന്തായാലും ചില വിഭാഗങ്ങൾക്ക്, ഇടതുപക്ഷത്തിലെ ചില അനുകൂലികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ അദ്ദേഹത്തിന് ഈ സമാജ സ്റ്റാർ എന്ന ഇരട്ടപ്പേരിട്ട് വിളിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം അദ്ദേഹം എന്തായാലും വയലൻസ് സ്റ്റാർ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം പഠിച്ചതും വളർന്നതെല്ലാം ഗുജറാത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ മോദി ആരാധകനാണ്. മോദിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായിട്ട് നേരത്തെ അടുപ്പം ഉണ്ടായിരുന്നു, വ്യക്തിപരമായ അടുപ്പമുണ്ട്. മോദിയുടെ പിറന്നാൾ വരുമ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ഈ മോദിക്ക് ആശംസ അറിയിക്കുന്നു, മോദിക്ക് അനുകൂലിച്ച് സംസാരിക്കുന്നു. അതൊന്നും കേരളത്തിൽ ആദ്യമായുള്ളതാണ്. ഒരു നേതാവ്, ഒരു ചലച്ചിത്ര താരം ഇത്തരത്തിൽ മോദിയെ പോലുള്ള ഒരു നേതാവിനെ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ അദ്ദേഹം എത്രത്തോളം വിമർശനത്തിന് ഇരയാകുമെന്ന് നാം ചിന്തിക്കുക തന്നെ ചെയ്യാം. കാരണം ഈ കൊറോണ സമയത്ത് എല്ലാവരും ഒന്നാകുക എന്ന് പറഞ്ഞപ്പോൾ ഈ മോഹൻലാല് മോദിക്ക് അനുകൂലമായ ഒരു മോദിക്ക് അനുകൂലമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പുറത്തിറങ്ങി മരണപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായ കേരളമാണ്. പക്ഷെ അങ്ങനെ സൈബർ ആക്രമണത്തിൽ ചിലപ്പോൾ മോഹൻലാലെല്ലാം ഭയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ആ വഴിക്ക് നടക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ഭയപ്പാടില്ല. ഇദ്ദേഹം എല്ലാ സമയത്തും തന്റെ രാഷ്ട്രീയവും തന്റെ നിലപാടുകളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ തുറന്നു പറഞ്ഞത് ലാസ്റ്റ് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് 2002-ലാണ്. 2002 തമിഴ് ചിത്രത്തിലാണ് ഇദ്ദേഹം വരുന്നത്. അന്ന് നന്ദനമുണ്ടല്ലോ, നമ്മളെ മലയാളത്തിലെ വളരെ ഹിറ്റായ നന്ദനത്തിന്റെ തമിഴ് ഡബിങ് സിനിമയിലാണ് ഇവർ നവ്യ നായരും പൃഥ്വിരാജും എല്ലാം അഭിനയിച്ച സിനിമയുടെ തമിഴ് പതിപ്പിലാണ് ഇദ്ദേഹം നായകനായി വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പക്ഷെ മലയാളത്തിലെത്താൻ പിന്നെയും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ കാത്തിരുന്നാണ്. കാരണം ഇതൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഒരു സാധാരണക്കാരന്റെ മകനായി. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഗുജറാത്തിലായിരുന്നു ജോലി. അങ്ങനെ അവിടെയെല്ലാം പഠിച്ച് വളർന്ന് സിനിമാ മോഹവുമായി അദ്ദേഹം ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ്. എല്ലാവരെയും പോലെ അങ്ങനെ കഥ കേട്ടിട്ടില്ല. ചെന്നൈയിലേക്ക് വണ്ടി കയറി അങ്ങനെ ആദ്യമായി തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നു. അത് അങ്ങനെ വലിയ വിജയമൊന്നുമല്ലേ, ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് 2011 മലയാളത്തിലേക്ക് ഒരു
സിനിമയിലെ ഇദ്ദേഹം നായകനായി എത്തുന്നത്. അത് ബോംബെ മാർച്ച് 12, അതങ്ങനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഉണ്ണി മുകുന്ദന്റെ ജീവിതത്തിൽ നിർണായകമായ വിജയം ഉണ്ടാകുന്ന 2012 മല്ലു സിംഗ് ആണ്. മല്ലു സിംഗ് സിനിമ ഉണ്ടല്ലോ, അത് എന്തായാലും പൃഥ്വിരാജിന് അഭിനയിക്കാനിരുന്ന റോളാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഡേറ്റ് പ്രശ്നമായതിനാൽ തന്നെ ഉണ്ണി മുകുന്ദനിലേക്ക് മല്ലു സിംഗ് എത്തുന്നു. അങ്ങനെയായിരുന്നു മല്ലു സിംഗിന്റെ ആ ഹൈറ്റും ആ ശരീരഘടന ഉണ്ടല്ലോ, അതെല്ലാം ആ സിഖ് മനുഷ്യനായിട്ടുള്ള രൂപ സാദൃശ്യം ഉള്ളതിനാൽ തന്നെ വലിയ രീതിയിൽ ആ സിനിമ ഹിറ്റാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ 2014 വിക്രമാദിത്യൻ സിനിമയും വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, അന്ന് ദുൽഖർ സൽമാനുമായി ചേർന്നായിരുന്നു അദ്ദേഹം 2014 മറ്റൊരു വിക്രമാദിത്യൻ വരുന്നത്. പിന്നെ 2018 അദ്ദേഹം അനുഷ്കയുമായി ചേർന്ന് അന്യഭാഷ ചിത്രം, തെലുങ്ക് ചിത്രം അഭിനയിക്കുന്നു. അന്ന് ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിജയ ചിത്രങ്ങളായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു പരാജയത്തിന്റെ വഴിയിലേക്ക് പോവുകയും മേപ്പേടിയൻ അങ്ങനെ എന്തോ ഒരു സിനിമയിലേക്ക് വരികയാണ്. ആ സിനിമയും വിവാദം. ആ സിനിമ തൊട്ടാണ് ഇദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ഈ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ചിലർ ഇറങ്ങിയിരുന്നു. അത്തരത്തിൽ ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, സൈബർ ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും അദ്ദേഹം പിന്നോട്ട് പോയില്ല. പിന്നീട് മാളികപ്പുറം വന്നപ്പോഴായിരുന്നു പിന്നീട് വലിയ സൈബർ ആക്രമണം. ഞാൻ പറഞ്ഞ ഈ ചാനലുകൾ വളരെ ചർച്ചകളാണ്. സമാജം സ്റ്റാറിനെതിരെ ഉള്ള വിമർശനമായി അവർ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ ഉണ്ണി മുകുന്ദൻ തന്റെ ആശയങ്ങളും അതോടൊപ്പം തന്നെ സിനിമാ കരിയറുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഇപ്പോൾ ഈ സിനിമ കണ്ടവർ എല്ലാവരും പറയുന്നത് ഈ സിനിമ 100 കോടിയോ 200 കോടിയോ ഭേദിച്ച് മുന്നോട്ട് പോകുമെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. പക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ രാഷ്ട്രീയവും ചലച്ചിത്ര മേഖലയും മാറുകയാണ്. പണ്ട് ഇടതുപക്ഷം മാത്രം കൈയടക്കി വെച്ചിരുന്ന ഈ സിനിമാ മേഖലയിലേക്ക് വലിയ രീതിയിൽ തന്നെ സംഘപരിവാർ അനുകൂലികൾ കടന്നു കയറുകയാണ്. അങ്ങനെയാണല്ലോ ഒരു മേഖലയിൽ സംഘപരിവാറും അതോടൊപ്പം തന്നെ CPM-കാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും SDP-കാരും എല്ലാവരും കടന്നു വരട്ടെ. അങ്ങനെ വരുമ്പോഴല്ലേ ജനാധിപത്യം. അല്ലാതെ ഒരു ആശയം പറഞ്ഞ് തങ്ങളുടെ ഒരു നിലപാടുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി എന്തായാലും ശരിയല്ല. അത് ഒരു പരിധിവരെ നാം സുരേഷ് ഗോപിയിൽ കണ്ടിരുന്നു. സുരേഷ് ഗോപി ഇത്തരത്തിൽ ആദ്യമായി ഈ രാഷ്ട്രീയത്തിലേക്ക് തന്റെ BJP-യിലേക്ക് വരുമ്പോൾ അത് 2019 അന്ന് എല്ലാവരും പറഞ്ഞ സുരേഷ് ഗോപി BJP മത്സരിക്കാമെന്ന്. സുരേഷ് ഗോപി BJP അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുമായിരുന്നു, ജയിപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJP ആയതുകൊണ്ടാണ് നാം എതിർക്കുന്നത്, അദ്ദേഹം വർഗീയവാദിയാകുന്നത് എന്ന രീതിയിലല്ല വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ 2024 ആയപ്പോൾ ജനങ്ങൾ അദ്ദേഹം ആരെന്ന് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം മുസ്ലിം പള്ളിയിൽ പോയ പ്രശ്നം, അവിടുന്ന് നൊയമ്പ് കഞ്ഞി കുടിച്ചാൽ പ്രശ്നം, ക്രിസ്ത്യൻ പള്ളിയിൽ പോയ പ്രശ്നം, അവിടെ കിരീടം കൊടുത്താൽ പ്രശ്നം, അതോടൊപ്പം അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു ഈ ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം. എന്തായാലും സുരേഷ് ഗോപി അവിടെ വിജയിച്ചിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ തന്റെ മേഖലയായ ചലച്ചിത്ര മേഖലയിലും ഉണ്ണി മുകുന്ദനും അവസാന ഘട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ്.